പ്രൈസ് ദി ലോർഡ്. കേൾക്കാമോ? സ്തോത്രം. ഞാൻ സംശയിച്ചു പോവുകയായിരുന്നു, ഈ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഓൺ ചെയ്യാമോ ഓൺ ചെയ്യാൻ പാടില്ലേ എന്നതിനെ കുറിച്ച് ഞാനിങ്ങനെ അല്പം കൺഫ്യൂസ്ഡ് ആയിരുന്നു. പ്രാരംഭം മുതലേ മിക്കവാറും എല്ലാ വിൻഡോസും ക്ലോസ്ഡ് ആയിരുന്നു വീഡിയോസ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ഡൗട്ടിലാണ് ഞാൻ കുറച്ചു നേരം അങ്ങനെ സമീപനം പാലിച്ചിരുന്നത്. ഞാൻ മറ്റു ജില്ലാ പ്ലാറ്റ്ഫോമിലും ഇതുപോലെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. അതിൽ ചില പ്ലാറ്റ്ഫോമുകളിൽ ഓഡിയോ മാത്രമേ ഉള്ളൂ, വീഡിയോ ഇല്ല. അപ്പോൾ അങ്ങനെ തന്നെയാണോ ഇവിടെയും എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു. എനിവേ, ഇവിടെ അങ്ങനെ അല്ല എന്ന് ഇപ്പോൾ ബോധ്യമായി. കഴിവുള്ള എല്ലാ പ്രിയപ്പെട്ടവരും വീഡിയോ ഓൺ ചെയ്ത് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണമെന്ന് കർത്താവിന്റെ നാമത്തിൽ പ്രാരംഭമായിട്ട് ഞാനും ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ സജീവമായി തീരുന്നത് പരസ്പരം നാം കണ്ട് പ്രാർത്ഥിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഇത് സജീവമായി തീരുന്നത്. ഒരിക്കൽ ഒരു ദൈവദാസൻ ദുഃഖത്തോടെ ഇങ്ങനെ ഉണ്ടായി, വളരെ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മ, ധാരാളം മെമ്പേഴ്സ് ഉണ്ട്, നിരന്തരം മീറ്റിംഗ് നടക്കുന്നു, വ്യത്യസ്ത ശുശ്രൂഷകർ വരുന്നു. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കിയൊരു കാര്യം, ഹോസ്റ്റ് ഈ പ്രസംഗകനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത അനന്തരം ഹോസ്റ്റ് പിന്നെ കാണാറില്ല. ഹോസ്റ്റിനെ പിന്നെ കാണുന്നത് ആശീർവാദത്തിന്റെ എൻഡ് ടൈമിലാണ്. അതിനോടൊപ്പം തന്നെ മറ്റു പലരെയും പിന്നെ കാണാറില്ല. ഈ പ്രസംഗകൻ തന്നെ മാത്രം നോക്കിയിരുന്ന് പ്രസംഗിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടായി എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യം ഈ ചിക്കാഗോ പ്രെയർ ലൈനിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാ ബഹുമാന്യരായ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ഈ ശുശ്രൂഷയുടെ അതിയോടന്തം വളരെ സജീവമായി തന്നെ പങ്കെടുക്കാൻ കർത്താവ് ഇതുവരെയും കൃപ ചെയ്തല്ലോ. പിന്നെയും ദൈവം സഹായിക്കുമാറാകട്ടെ. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ എല്ലാവരോടും ഒപ്പം ഈ ശുശ്രൂഷയിൽ ആയിരിക്കുന്നതിൽ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം നിങ്ങളോടൊപ്പം ഈ പ്രഭാതത്തിൽ തിരുവെഴുത്തുകളെ കുറിച്ച് സംസാരിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച ബഹുമാന്യ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനിൽ അവர்களോടുള്ള ബഹുമാനവും സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ഇതിന്റെ എല്ലാ സംഘാടകരോടും അഭ്യുദയകാംക്ഷികളോടും കർത്താവിന്റെ നാമത്തിലുള്ള സ്നേഹവും നന്ദിയും പ്രത്യേകം ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ 2-3 ആഴ്ചയായി ഞാൻ കോട്ടയം ജില്ലയിൽ ഈരാറ്റുപേട്ട എന്ന സ്ഥലത്ത് വളരെ പെട്ടെന്ന് ഒരു ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഉണ്ടായി. ഞാൻ ഇവിടുത്തെ സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കാൻ കർത്താവ് കൃപ ചെയ്തു. ധാരാളം പ്രതിസന്ധി നിറഞ്ഞ ഒരു സങ്കീർണമായ സാഹചര്യമായിരുന്നു ഈ ട്രാൻസ്ഫർ. എന്നാൽ ദൈവം എല്ലാം ഭംഗിയായി ചെയ്തു തന്നു. കർത്താവിന്റെ നാമത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. ഇവിടെയുള്ള ശുശ്രൂഷകളെ ഓർത്ത് എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുകയും നമ്മെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. വ്യത്യസ്ത ഇടങ്ങളിൽ ഇരുന്നാണല്ലോ നാം ദൈവവചനം ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ദൈവവചന ചിന്തകൾ അനുഗ്രഹമായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ട് കർത്താവിന്റെ ഉള്ളിൽ പ്രകാശിപ്പിച്ച ചില ധ്യാന ചിന്തകളെ നമുക്കൊന്നിച്ച് പങ്കുവയ്ക്കാം. 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കേണ്ട, നമുക്ക് ആ വാക്യങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധ തിരിക്കാം. വളരെ പരിചിതമായൊരു വേദഭാഗമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിനെ തേടിയിറങ്ങിയ ഒരു കൂട്ടം ആളുകളെ പരാമർശിക്കുന്ന ഒരു വേദഭാഗം. യേശു ക്രിസ്തുവിന്റെ മരണാനന്തരം ആ ശരീരത്തെ ബഹുമാനിക്കുവാനും അതിനു വേണ്ട ശേഷക്രിയകൾ ചെയ്യാനും ഒക്കെയായി പുറപ്പെട്ട ഒരു കൂട്ടം ആളുകൾ. ഞാൻ ഇന്നത്തെ ഈ ചിന്തയ്ക്ക് ഇങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്താൽ ഒരു പക്ഷെങ്കിൽ നന്നായിരിക്കുമെന്ന് കരുതുന്നു. പ്രതിസന്ധികളുടെ നടുവിൽ
യേശുവിനെ അന്വേഷിച്ചുള്ള യാത്ര, പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിനെ അന്വേഷിച്ചുള്ള യാത്ര. കർത്താവിനെ അന്വേഷിച്ച് യാത്ര പുറപ്പെട്ട ധാരാളം ആളുകളെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ ജനം അന്വേഷിക്കുന്നത് വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ്, വ്യത്യസ്ത ചിന്തകളുമായി ബന്ധപ്പെട്ട്, ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് യേശുവിനെ അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ യേശുവിനെ അന്വേഷിച്ചു വരുന്ന സാഹചര്യം ഞാൻ മുന്നമേ സൂചിപ്പിച്ചു. പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ അന്വേഷിക്കുക എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ് എന്ന് ഈ കാലഘട്ടത്തിൽ നാം നിന്നുകൊണ്ട് ചിന്തിക്കണം. ഭാരതത്തിൽ കർത്താവിന്റെ മിനിസ്ട്രി ചെയ്യുന്ന ദൈവദാസന്മാർ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവജനം നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധി നാം എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഒരു പക്ഷെങ്കിൽ ഞാൻ ചില വിൻഡോസ് കണ്ടു, ബീഹാർ എന്നൊക്കെ കണ്ടു, മനോജ് കുമാർ ബീഹാർ, മറ്റാരൊക്കെയാണ്, കർത്താവിന്റെ ദാസൻ സുനിൽ പാസ്റ്റർ പൂനെയിലാണ്, ആരൊക്കെ നോർത്തിൽ നിന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനിന്ന് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്നു, കോട്ടയം ജില്ലയിൽ. പ്രതിസന്ധികളൊന്നും ഇവിടെ ഇല്ല. എനിക്ക് വേണമെങ്കിൽ ഇവിടെ മുറ്റത്ത് വേണമെങ്കിൽ ഇത് പ്രസംഗിക്കാം, ആരും എന്നെ തടയത്തില്ല. പക്ഷെ അങ്ങനെയല്ല. രാജ്യത്ത് നിലനിൽക്കുന്ന മതപ്രീണനം, അപ്പോൾ തന്നെ മതപീഡനം, ഇതെല്ലാം ഇന്ന് ലോകം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ആഫ്രിക്കൻ രാജ്യങ്ങൾ, ചൈന, കൊറിയ, പലയിടങ്ങൾ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പല പല രാജ്യങ്ങളുണ്ട്. അപ്പോ സുവിശേഷീകരണത്തിന് അല്ലെങ്കിൽ ദൈവരാജ്യം സംബന്ധമായ പ്രസംഗങ്ങൾക്ക്, പഠിപ്പിക്കലുകൾക്ക്, ആരാധനയ്ക്കൊക്കെ ധാരാളം വെല്ലുവിളി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നിന്ന് ഞാൻ സംസാരിക്കുകയാണ് പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ അന്വേഷിക്കുന്ന ഒരു യഥാർത്ഥ ദൈവ പൈതലിന്റെ സവിശേഷമായ ഒരു രീതി, ആ തീരുമാനം, ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കടക്കേണ്ട കടമ്പകൾ, ആ കടമ്പകളൊക്കെ കിടക്കുമ്പോൾ ആ വ്യക്തിക്ക് അവസാനം ഉണ്ടാകേണ്ട പ്രതിഫലം, അല്ലെങ്കിൽ ആത്യന്തികമായി പിന്നത്തേതിൽ താൻ തൻ്റെ കണ്ണുകളിൽ കണ്ടെത്തേണ്ട ആ പ്രധാന വിഷയം എന്താണ്, ആ ലക്ഷ്യസ്ഥാനം ഏതാണ് എന്നൊക്കെയുള്ളതായ വിഷയങ്ങളെ കുറിച്ച് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ വേഗത്തിൽ ഈ ചിന്തയിലേക്ക് വരാം. ഇവിടെ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു 3.5 വർഷം അന്നത്തെ പലസ്തീനായിൽ ജനങ്ങളുടെ ഇടയിൽ സന്തത സഹചാരിയായി നിന്നുകൊണ്ട്, രത്താണിയായി, വിശപ്പുള്ളവന് ആഹാരമായി, രോഗിക്ക് സൗഖ്യമായി, സമൂഹത്തിൽ അന്ന് ഉയർന്നു വന്ന ഉച്ചനീചത്വങ്ങൾക്കൊക്കെ ഒരു ശക്തമായ ശബ്ദമായി, അശരണർക്ക് ശരണമായി ഒക്കെ നിന്ന ഒരു വ്യക്തിത്വം പെട്ടെന്ന് അദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റം പോലെയുള്ള ഒരു വലിയ കുറ്റം ആരോപിക്കപ്പെട്ട്, രാജ്യദ്രോഹം എന്നൊരു ഭാഗത്ത് പറയാം, മറുഭാഗത്ത് ദൈവദ്രോഹം എന്ന് പറയാം. മതത്തിന്റെ ഭാഗത്ത് കർത്താവ് ദൈവദ്രോഹം ചെയ്തിരിക്കുകയാണ്, രാജ്യത്തിന്റെ ഭാഗത്ത് രാജ്യദ്രോഹം ചെയ്തിരിക്കുകയാണ്. കൈസർക്കെതിരെ കർത്താവിന്റെ ശബ്ദം ഉയരുന്നു. കൈസറുടെ ആ ഒരു സ്ഥാനത്ത് യേശുക്രിസ്തുവിനെ അവരോധിച്ചുകൊണ്ട്, മറുഭാഗത്ത് യഹൂദന്മാർ തങ്ങളുടെ ആരാധ്യനായ യഹോവയാം ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ, സമനാക്കുന്ന രീതിയിൽ ഒരു ദൈവദൂഷണം യേശുക്രിസ്തുവിന്റെ മേൽ ആരോപിക്കുന്നു. രണ്ട് രീതിയിലും കർത്താവിനെ കുറ്റക്കാരനാക്കി അവിടുത്തെ കോടതിയിൽ വിധിച്ച് പരസ്യമായ ഒരു വിചാരണ നടത്തി പരസ്യമായിട്ട് ശിക്ഷിച്ചു. ആ ശിക്ഷാവിധി നാം കണ്ടു, ക്രൂശിലെ ക്രൂശീകരണമാണ്. ശേഷം അങ്ങനെ ശിക്ഷിച്ച് കൊന്നുകളഞ്ഞ ആ വ്യക്തിയുടെ ശരീരത്തെ അന്നത്തെ ഗവൺമെന്റ് അത്രമാത്രം ഗൗരവത്തോടെ സംസ്കരിക്കുകയും സംസ്കരിച്ച് കടന്നുപോയില്ല. ആ കല്ലറയ്ക്ക് വേണ്ട ഉറപ്പ്, കാവല്, സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ശരീരം ചിന്തിക്കുക. ഇന്നിപ്പോ നമുക്ക് ഒത്തിരി ലീഡേഴ്സ് ഉണ്ട്, ക്രിസ്ത്യൻ ലീഡേഴ്സ് ഉണ്ട്. അതിൽ ആരെങ്കിലും ബഹുമാനപ്പെട്ട ഏതെങ്കിലും ഒരു ലീഡറിനെ ഇന്നത്തെ രാജ്യം, ഇന്ന് നമ്മുടെ രാജ്യം ഇவ்விധത്തിൽ ഒന്ന് ഉപദ്രവിച്ചു എന്നിരിക്കട്ടെ, കൊന്നുകളഞ്ഞു എന്നിരിക്കട്ടെ, അദ്ദേഹത്തെ അടക്കിയ കല്ലറയ്ക്ക് ഇങ്ങനെയുള്ളതായ പ്രൊട്ടക്ഷനൊക്കെ ഏർപ്പെടുത്തിയെന്നിരിക്കട്ടെ. അന്ന് പടയാളികൾ നിന്നത് കുന്തവും വാളും ഒക്കെ ആയിട്ടാണെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും റൈഫിളുമായിട്ടായിരിക്കും നിൽക്കുന്നത്.
അപ്പൊ അങ്ങനെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്ന വലിയ എന്താ പറയാ സുരക്ഷാ സന്നാഹമുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മൾ രാവിലെ ചെല്ലുവോ? ആ ബോഡി ഒന്ന് കാണാനാ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുവോ? സാധ്യത കുറവാ, സാധ്യത തീരില്ല. അപ്പോൾ പ്രതിസന്ധികളെ കുറിച്ച് ഞാൻ പറയാ, ഇങ്ങനെ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട ഒരു മരണം, ഒരടക്കം, അങ്ങനെ ആ കല്ലറയ്ക്ക് ഉറച്ച കാവല് ഏർപ്പെടുത്തിയിരിക്കുക. അതൊരു ഭാഗം. അവിടെ പടയാളികളുണ്ട്. ഇനി മറുഭാഗം പറയുമ്പോൾ സാധാരണ ആളുകളൊക്കെ പറയുന്ന പോലെ ഇരുട്ടോടുകൂടിയാ പോയത്, വെളുപ്പിനെയാ പോകുന്നത്, അല്ലെ? വെളുപ്പിനെയാ പോകുന്നത്. അപ്പോൾ ഈ ഇരുട്ട് ഒരിക്കലും ഒരു ശുഭകരമായ ഒരു കാര്യമല്ല. രണ്ട് കല്ലറ, അന്നും ഇന്നും കല്ലറ പലർക്കും ഭീതിജനകമാണ്. അപ്പോൾ ഇരുട്ടോടുകൂടി കല്ലറയിലേക്ക് പോകുക, വ്യത്യസ്തമായ ചിന്തകളും വിശ്വാസങ്ങളും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ധാരാളം കടമ്പകൾ, ഇതെല്ലാം കടന്നാണ് അവരുടെ ഈ പ്രതിസന്ധികളെല്ലാം ഉണ്ടെങ്കിലും ഈ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ഒരാള് മാത്രം അവസാനം വരെ നിലനിൽക്കുന്നുണ്ട് അവിടെ. ആരാ അത്? നമുക്ക് എല്ലാവർക്കും ഒരു വിഷയത്തിൽ അറിയാം, മഗ്ദലക്കാരത്തി മറിയ. അപ്പം മഗ്ദലക്കാരത്തി മറിയ ഈ പ്രതിസന്ധികളെല്ലാം അതിജീവിച്ച് ഇതിലൂടെ എല്ലാം കടന്ന് അവസാന പോയിന്റ് വരെ നിൽക്കുക അവിടെ. വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മഗ്ദലക്കാരത്തി മറിയ പേടിച്ചു തൂറിയ, ആളുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാ കൂടെ പോയെ, അല്ലെങ്കിൽ പോകത്തില്ലായിരുന്നു എന്ന് വേണേ പറയാം. പക്ഷേ നാം ലൂക്കോസ് സുവിശേഷം വായിക്കുമ്പോൾ മറ്റിതര സുവിശേഷങ്ങളിലും ഉണ്ട്, മഗ്ദലക്കാരത്തിയുടെ കൂടെ ആരൊക്കെയാ പോയത്? യോഹന്ന, യാക്കോബിന്റെ അമ്മ മറിയ, പിന്നെ മറ്റ് സ്ത്രീകൾ ഉണ്ടായിരുന്നു, അപ്പോസ്റ്റലന്മാരിൽ കുറഞ്ഞത് 2 പേര്, സ്തോത്രം, പത്രോസും യോഹന്നാനും. അപ്പോ 2 പുരുഷന്മാരുണ്ട്, മറ്റ് സ്ത്രീകളുണ്ട്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ പോയത് കൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് അത്ര ധൈര്യത്തോടു കൂടി ഈ മറിയ അവിടെ നിന്നതെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ കൂടെ പോയ ആളുകളെല്ലാം എന്ത് ചെയ്തു? കുറച്ചു കഴിഞ്ഞപ്പോൾ പിരിഞ്ഞുപോയി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പിരിഞ്ഞുപോയി. മഗ്ദലക്കാരത്തി ഒറ്റപ്പെട്ടവിടെ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിനെ തിരഞ്ഞുള്ള നമ്മുടെ യാത്ര, ദൈവ സാന്നിധ്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര, കർത്താവിങ്കിലേക്കുള്ള നമ്മുടെ യാത്ര, പ്രാരംഭഘട്ടം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ കൂടെ കാണാൻ സാധ്യതയുണ്ട്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ ചിലരൊക്കെ പറയാറില്ലേ, എന്നെയും കൂടെ ഒന്ന് അറിയിക്കണേ, ഞാനും കൂടി ഇരിക്കാം കേട്ടോ, ഞാനും കൂടെ വരാൻ കേട്ടോ, എനിക്ക് ഇഷ്ടമാണ് എന്നൊക്കെ പറയുന്ന ആ ഒരു സമ്പ്രദായമുണ്ട്. പക്ഷേ ആ ടാസ്ക് നാം ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ സത്യത്തിൽ കൂടെ ചേർന്ന പലരും പകുതി വഴിയിൽ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ ഇത് വളരെ തികഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. ഒരു വ്യക്തി കർത്താവിങ്കലേക്ക് തൻ്റെ യാത്ര ആരംഭിക്കുമ്പോൾ, കർത്താവിങ്കലേക്ക് എത്തിച്ചേരുവാനായിട്ട്, സ്വർഗപുരിയിൽ എത്തിച്ചേരാനായിട്ട്, വിശ്വാസത്തിന്റെ പൂർത്തി വരുത്തുന്ന വിശ്വാസത്തിന്റെ നായകനിലേക്ക് എത്തിച്ചേരാനായിട്ട് ജീവിതയാത്ര ആരംഭിക്കുമ്പോൾ കൂടെ തുടങ്ങുന്ന പലരും സന്തോഷത്തോടെ തുടങ്ങും. പക്ഷേ പലരും പകുതി വഴിയിൽ പിരിഞ്ഞു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതൊരു സഹജമാണ്, ഇത് ഒരു നോർമൽ തിങ് ആണ്. കാരണം എല്ലാവർക്കും ദർശനം ലഭിക്കണമെന്ന് നിർബന്ധമില്ല. എല്ലാവരുടെ ഉള്ളിൽ കർത്താവിനോടുള്ളതായ ആ അഗമ്യമായ സ്നേഹം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. എല്ലാവരും ഒരേ തീരുമാനത്തിലും ഒരേ കാഴ്ചപ്പാടിലും മുമ്പോട്ട് പോകണമെന്ന് നിർബന്ധമില്ല. ദൈവത്തിന് സ്തോത്രം. സാഹചര്യങ്ങൾ, ആമേൻ, പ്രതികൂലങ്ങൾ, ഇരുട്ടുകൾ, ഇതുപോലെയുള്ള ഒത്തിരി അസാധ്യതകൾ മുമ്പിൽ വരുമ്പോൾ ആളുകൾ പിരിഞ്ഞു പോകാം. മാത്രമല്ല, പ്രതീക്ഷകൾക്ക് പലർക്കും ഒരു സമയമുണ്ട്. ഇത്ര സമയത്തിനുള്ളിൽ കാര്യങ്ങൾ നടക്കണം, അല്ലെ? ഇത്ര സമയത്തിനുള്ളിൽ. നമ്മുടെയൊക്കെ മീറ്റിങ്ങുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, 1-2 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും ആളുകൾ പതിയെ എഴുന്നേക്കാൻ തുടങ്ങും. ആ ഒരു ടൈമിനുള്ളിലുള്ള ഒരു മെന്റാലിറ്റിയാണ്, ഒരു സെറ്റപ്പാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ എല്ലാവർക്കും അങ്ങനെയുള്ളതായ കാൽക്കുലേഷൻസ് ഉണ്ട്. അവരുടെയൊക്കെ സമയം കഴിയുമ്പോൾ അവർ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടിയിട്ടല്ല, അവരുടെ സമയത്തിനകത്ത് ഒരു ദൈവപ്രത്യക്ഷത, ദൈവികമായ സാന്നിധ്യം ലഭിക്കാൻ, മറുപടി ലഭിക്കാൻ ആഗ്രഹിക്കുന്നവര്. അത് കഴിയുമ്പോൾ അവരൊക്കെ പിരിഞ്ഞു പോകും. പക്ഷേ യഥാർത്ഥത്തിൽ ജെന്യുവിനായിട്ട്
വേണ്ടിയിട്ട് ദൈവത്താൽ ലഭ്യമായ നിയോഗത്തോടെ, ദർശനത്തോടെ, തീരുമാനത്തോടെ ദൈവമുഖം അന്വേഷിച്ചിറങ്ങുന്ന, ദൈവ സാന്നിധ്യം അന്വേഷിച്ചിറങ്ങുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആരൊക്കെ പിരിഞ്ഞു പോയാലും അങ്ങനെയുള്ളവർക്ക് പിരിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഈ പ്രഭാതത്തിൽ ചിക്കാഗോ പ്രെയർ ലൈനിൽ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ 13 വിൻഡോസ് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരംഭത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല, മധ്യകാലഘട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ സ്തോത്രം, പിരിഞ്ഞു പോയോ കൂടി വന്നോ എന്ന് എനിക്കറിയില്ല. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ കമന്റ് ചെയ്യുന്നില്ല. എന്നാൽ പലയിടങ്ങളിലും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, ആരംഭത്തിലുള്ള ആരംഭ ശൂരത്വമൊക്കെ ക്രമേണ കുറഞ്ഞ്, ദൈവത്തോടുള്ള ആ ഭക്തി കുറഞ്ഞ്, കൂട്ടായ്മയോടുള്ള സ്നേഹം കുറഞ്ഞ്, സമർപ്പണം കുറഞ്ഞ്, ആരാധനയോടുള്ള ആ ഒരു ചൈതന്യം കുറഞ്ഞ് വ്യത്യസ്ത വഴികളിലേക്ക് ആളുകൾ പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം കാണാറുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, ഇതൊരു സഹജമായ കാര്യമാണ്. പക്ഷേ എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ അന്ധകരണത്തിൽ, നമ്മുടെ അന്തരാത്മാവിൽ, നമ്മുടെ അകമയുള്ള മനുഷ്യനിൽ ദൈവത്തെങ്കിലേക്കുള്ളതായ ആ അനന്തമായ വിശ്വാസം, അനന്തമായ ആ ഒരു തീഷ്ണമായ കാത്തിരിപ്പ് തന്നിട്ടുണ്ടെങ്കിൽ അത് സാഹചര്യങ്ങൾക്കോ ആളുകൾക്കോ കേന്ദ്രീകൃതമായിട്ട് അസ്തമിക്കേണ്ട ഒന്നല്ല. നാം അവിടെ അണയുന്നത് വരെ, അവിടെ എത്തിച്ചേരുന്നത് വരെ, ഹല്ലേലൂയ, അതിനെ കാത്തു സൂക്ഷിക്കണം. അതിനു വേണ്ടി നാം മുൻപോട്ട് നീങ്ങണം എന്ന് ഈ പ്രഭാതത്തിൽ ആദ്യമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. 2, ഇനി ചില കൂട്ടരുണ്ട്, സ്തോത്രം, ചില പ്രത്യേക ദൂതൊക്കെ ലഭിക്കുമ്പോഴെന്ത് ചെയ്യും? സന്തോഷത്തോടെ വിട്ടുപോകും. ഇവിടെ ഇപ്പം ഇവരിറങ്ങിയപ്പോഴത്തേക്കും പറഞ്ഞൊരു കാര്യമുണ്ട്, കല്ലുണ്ട്, അടച്ചു വെച്ചിരിക്കുകയാണ്, ആര് കല്ലുരുട്ടും എന്നൊക്കെയുള്ള. പക്ഷെ പടയാളികളെ കുറിച്ചൊന്നും ഇവരൊന്നും ഇത് ചെയ്തില്ല, പറയുന്നില്ല. എനിവേ, ഈ കല്ലൊക്കെ മാറി. അവിടെ ചെന്നപ്പോ കല്ലൊക്കെ മാറി, കല്ലറയ്ക്കകത്ത് കയറാൻ പറ്റി. പടയാളി ഉണ്ടെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടായില്ല. സ്തോത്രം. ശ്രദ്ധിക്കണമേ, ഈ ദൂതന്റെ പ്രത്യക്ഷത ഇന്നത്തെ കാലത്തെ ഒരു വലിയ പ്രശ്നമാണ്. എന്ന് പറഞ്ഞാൽ ദൂതുവാഹിയും ദൂതനും ഇന്ന് യേശുക്രിസ്തുവിന് പകരമായി സ്ഥാനം പിടിച്ചിരിക്കുക. പലയിടത്തും കർത്താവിന്റെ പ്രത്യക്ഷതയല്ല വിഷയം. പലർക്കും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ദൂതന്റെ പ്രത്യക്ഷതയും ദൂതുവാ. കോട്ടയത്തു നിന്നൊരു ദൂതൻ വന്നാൽ, എറണാകുളത്തു നിന്നൊരു ദൂതൻ വന്നാൽ, ആ ദൂതനും ആ ദൂതന്റെ ദൂതുമാണ് വലിയ കാര്യം. യേശുക്രിസ്തു അല്ല വിഷയം. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൂതന്റെ പ്രത്യക്ഷത വ്യത്യസ്തമായ രീതിയിലാണ് ഇവിടെ കാണുന്നത്. കല്ലറയ്ക്കകത്ത് തലയ്ക്കലും കാൽക്കലും ഇരിക്കുന്ന ദൂതനെ കാണുന്നു, നിൽക്കുന്ന ദൂതനെ കാണുന്നു, കല്ലുരുട്ടി കല്ലിന്റെ മീതെ ഇരിക്കുന്ന ദൂതനെ കാണുന്നു, 2 പുരുഷന്മാർ നിൽക്കുന്നത് കാണുന്നു. ദൂതന്റെ വ്യത്യസ്തമായ പ്രത്യക്ഷതയും ഭാവപ്രകടനവും കാണുന്നു. മാത്രമല്ല, അത് അവിടം കൊണ്ട് ഒതുങ്ങാതെ ദൂതന്റെ ദൂതും കൂടെ കേൾക്കുന്നുണ്ട്. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദൂതൻ പറഞ്ഞ ദൂതൻ എന്തുവാ? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഫൈൻ, ഓക്കെ, അപ്പൊ കാര്യം കഴിഞ്ഞു. ദൂതനെ കാണുകയും ദൂത് കേൾക്കുകയും ചെയ്താൽ ടാസ്കിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു കൂട്ടം ആളുകൾ അന്നും ഇന്നും ഉണ്ട്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ഇടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ആരാ ശുശ്രൂഷിക്കാൻ വന്നേ? ഷിബു പാസ്റ്ററാ വന്നേ. എവിടെന്നാ വന്നേ? ഇന്നടത്തുനിന്നാ വന്നേ. കുറച്ചു നേരം ഇരിക്കും. ഒരു 10-25 മിനിറ്റ് ഇരിക്കുമ്പോ വലിയ പ്രവചനം ഒന്നും കിട്ടുന്നില്ലെങ്കിൽ, തലയിലൊന്നും കൈ വെക്കുന്നില്ലെങ്കിൽ, എന്നാ ഷിബു പാസ്റ്റർ, എന്നാ ഏഴിച്ചു പോവാ. എന്തിനാ വന്നേ? ഷിബു പാസ്റ്റർ അങ്ങ് എറണാകുളത്തുനിന്ന് വരിക, പുള്ളി ഭയങ്കര സാക്ഷിയൊക്കെ ഉള്ള ആളാ എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻട്രൊഡക്ഷൻ കൊടുത്ത് കാണുമെന്നിരിക്കട്ടെ. അപ്പൊ ഈ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാ? അങ്ങ് കോട്ടയത്ത് നിന്ന് എറണാകുളത്ത് നിന്ന് എന്തോ സാധനം കിട്ടി പൊതിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അത് എന്റെ തലയെ കൈവച്ച് അല്ലെങ്കിൽ എന്റെ പേര് വിളിച്ച് എന്നെ എഴുന്നേൽപ്പിച്ച് എന്നെ മുമ്പിൽ കൊണ്ടുവന്നൊക്കെ ഇങ്ങ് തരുമെന്നുള്ള വലിയ ചിന്തയിലാണ് വരുന്നത്. പക്ഷെ കുറെ നേരം ഇരുന്നിട്ടും അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. പിന്നെ ആ ഒരു വഴിയേ ഉള്ളൂ, എഴുന്നേറ്റങ്ങ് പോവുക. സ്തോത്രം. ഇനി ചിലരാകട്ടെ ദൂത് കേട്ടു, പേര് വിളിച്ചു, എന്റെ ദൂത് എനിക്ക് കിട്ടി, ഇനി ഇരിക്കണ്ട, ഇനി ബാക്കിയുള്ളവർക്ക് ഉണ്ടെങ്കിൽ ഞാനങ്ങ് പോയേക്കാം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ കേന്ദ്രീകൃതമായി ഇന്ന് ആരാധന വെളിപ്പെടുത്തുന്ന ഒരു സമ്പ്രദായമുണ്ട്, അല്ലെ? വ്യക്തികളുടെ പേര് കേൾക്കുമ്പോഴാണ് ഒരു ആവേശം. സ്തോത്രം, സ്തോത്രം. അവർക്ക് ക്രിസ്തു അല്ല വിഷയം, അവർക്ക് വചനമല്ല വിഷയം, അവർക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ സമർപ്പണമോ ബോധ്യമോ ഒന്നുമല്ല വിഷയം, അവരിലെ വ്യക്തിപരമായ ആത്മീയതയൊന്നുമല്ല വിഷയം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇതാ ദൂതനെ കണ്ട മാത്രയിൽ, ദൂത് കേട്ട മാത്രയിൽ നല്ലൊരു കൂട്ടം ആളുകൾ, ഒരു പക്ഷെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി ഭൂരിപക്ഷവും പിരിഞ്ഞു പോവുക. സകലരും പിരിഞ്ഞുപോയി. ഹല്ലേലൂയ. കഴിഞ്ഞ 3.5 വർഷം യേശുവിന്റെ പുറകെ നടന്ന്
നന്നായിട്ട് ആഹാരം കഴിച്ചവര്, അത്ഭുതങ്ങൾ കണ്ടവര്, അടയാളങ്ങൾ കണ്ടവര്, പലയിടത്തും കർത്താവിന്റെ വീര്യപ്രവൃത്തികൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിച്ച ആളുകള് ഇവിടെ ഇതാ ദൂതന്റെ ശബ്ദം കേട്ടപ്പോ പിരിഞ്ഞുപോയി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര്, നമ്മുടെ ഈ ക്രൈസ്തവ യാത്രയില്, നമ്മുടെ ക്രിസ്തീയ യാത്രയില്, നമ്മുടെ ശുശ്രൂഷ ജീവിതത്തില് കേവലം ഒരു ദൂതന്റെ ദൂത് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ അടയുന്ന ആളുകളാണോ നമ്മള്? സാറ്റിസ്ഫൈഡ് ആകുന്ന ആളുകളാണോ നമ്മള്? അവിടം കൊണ്ട് തീരുകയാണ് നമ്മുടെ പ്രാർത്ഥന, അവിടം കൊണ്ട് തീരുകയാണ് നമ്മുടെ ഉപവാസം, അവിടം കൊണ്ട് തീരുകയാണ് നമ്മുടെ സമർപ്പണം, അവിടം കൊണ്ട് തീരുകയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും? സ്തോത്രം. 87-ൽ എനിക്കൊരു ദൂത് കിട്ടി കേട്ടോ, സ്തോത്രം. പിന്നെ ദൂതൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ വെളിപ്പാടൊന്നും ഉണ്ടായിട്ടില്ല. പോരാ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞാൻ പറയാം, കാത്തിരിക്കണം, 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 കാത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മെ നിർബന്ധിക്കുകയാണ്, കേവലം ദൂതനിലും ദൂതിലും ഒതുങ്ങാതെ അതിനപ്പുറത്തേക്ക് നമ്മുടെ കണ്ണുകൾ പോകണം, അതിനപ്പുറത്തേക്ക് നമ്മുടെ ചിന്തകൾ പായണം, അതിനപ്പുറത്തേക്ക് നമ്മുടെ കാത്തിരിപ്പ് നീളണം. എവിടേക്കാണ്? കർത്താവിങ്കിലേക്ക്. സ്തോത്രം. വീണ്ടും മടങ്ങി വരട്ടെ. ചില ആളുകൾക്ക് ഭയമാണ്. ഇന്നത്തെ സാഹചര്യം ഞാൻ മുന്നമേ പറഞ്ഞു, ഭയമാണ് പലയിടങ്ങളിൽ ഇറങ്ങാൻ, സ്വാഭാവികമായിട്ടുണ്ടാകും. പക്ഷേ ആരെയാണോ ഈ സ്ത്രീകൾ ഭയപ്പെട്ടു വന്നത്, അന്നത്തെ നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് ആയുധവുമായി നിൽക്കുന്നതായ ഈ എന്താ പറയുക, പടയാളികളെ. പക്ഷേ പറയുന്നൊരു പദം ഇങ്ങനെയുണ്ട്, പ്രിയമുള്ളവരെ, അവർ മരിച്ചവരെ പോലെയായി. മരിച്ചവരെ പോലെയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന്റെ സാന്നിധ്യത്തിലേക്ക് നാം എത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മെ ഭയപ്പെടുത്തും, അല്ലെങ്കിൽ നാം ഭയപ്പെടുന്നതായ മേഖലകളെ, സ്തോത്രം, കൊന്നുകളയല്ല, പൂർണ്ണമായിട്ടും അവരെ നിരോധിക്കുകയല്ല ചെയ്യുന്നത് കർത്താവ്. പിന്നെ അവരുടെ മുൻപിൽ നമുക്കായിട്ടുള്ള ദൈവീക പദ്ധതികൾ ദൈവം ഒരുക്കി തരാൻ വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അവരുടെ മുമ്പിൽ അവർ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ, തിരുവഴുത്തിൽ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, എന്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. അതെ, തീർച്ചയായിട്ടും അவ்விധത്തിലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്നുമുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്. നാം ആരെ ഭയപ്പെടുന്നു, ഏത് മേഖലകളെ നാം ആമേൻ വളരെ ഭയത്തോടെ കാണുന്നുവോ, സ്തോത്രം, അവിടെ ദൈവത്തിന് നമുക്ക് വേണ്ടി വഴി തുറക്കാൻ കഴിയും. അവരുടെ മുൻപിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്താൻ കഴിയും. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമുക്ക് ധൈര്യപ്പെടുവാൻ കഴിയട്ടെ. സ്തോത്രം. മറിയ മാത്രം അവശേഷിക്കുകയാ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, രാത്രിയെ ഭയപ്പെടാതെ, പടയാളിയെ ഭയപ്പെടാതെ, ആളുകൾ പിരിഞ്ഞു പോയിട്ട് പിരിഞ്ഞു പോകാതെ, ദൂതനെ കണ്ടിട്ട് പിരിഞ്ഞു പോകാതെ, ദൂത് കേട്ടിട്ട് പിരിഞ്ഞു പോകാതെ, സ്തോത്രം, സാഹചര്യങ്ങളെയൊക്കെ മറികടന്ന്, പ്രതിസന്ധികളെയൊക്കെ മറികടന്ന് അവിടെ അവസാനം വരെ നിൽക്കുന്ന ആ പ്രിയപ്പെട്ടവൾ കർത്താവിനെ ഒരുപക്ഷെങ്കിൽ കണ്ടിട്ട് മനസ്സിലാകാതെ തോട്ടക്കാരൻ എന്ന് ചിന്തിച്ചു, തോട്ടക്കാരൻ എന്ന് ചിന്തിച്ചു. ദൈവത്തിന് സ്തോത്രം. ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ ചോദിച്ചത്, എന്താണ് ചോദ്യം എന്നറിയാമോ? നീ അവനെ എവിടാ കൊണ്ടുവച്ചത്? ഒന്ന് പറഞ്ഞു തരാവോ, ഞാൻ എടുത്തോണ്ട് പോയിക്കൊള്ളാം. ആ ചോദ്യം സ്ട്രൈക്കിങ്. എന്നതായി ചോദിച്ചേ? ഡെഡ് ബോഡിയെ എടുത്തോണ്ട് പോയിക്കോളാം. എന്നെടുക്കാനായി ഡെഡ് ബോഡി? ആകെ മൊത്തത്തിൽ പറയാം, അതിന് കൊടുക്കേണ്ട കുറച്ച് കർമ്മങ്ങളുണ്ട്, പൂശേണ്ടതൊക്കെ ഒന്ന് പൂശി, അത്രേ ഉള്ളൂ. പക്ഷെ ആ ഡയലോഗ് ഒന്ന് നോക്കിയേ, ഞാൻ എടുത്തോണ്ട് പോയിക്കോളാം. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് ക്രിമിനൽ എന്ന് രാജ്യം മുഴുവനും വിധിച്ച് കൊന്ന് അടക്കി കാത്തു സൂക്ഷിക്കുന്ന ഒരു ക്രിമിനലിന്റെ ബോഡിയെ എടുത്തോണ്ട് പോയിക്കൊള്ളാന്ന്. എന്നൊരു ധൈര്യം! മണ്ടത്തരമല്ലേ, മണ്ടിയല്ലേ? സ്തോത്രം. ഇതെന്ത് സ്തോത്രം. ഈ പ്രതിസന്ധികളെ, ഇരുട്ടിനെ, ഏകാന്തതയെ, ആമേൻ, സ്തോത്രം, ഈ പടയാളികളൊക്കെ അവിടെ നിൽപ്പുണ്ടല്ലോ. എല്ലാവരും പിരിഞ്ഞു പോയപ്പോൾ ഇവള് പിരിഞ്ഞു പോകുന്നില്ല. ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈ പടയാളികളെ ഭയപ്പെടാതെ, ദൂതനെ കണ്ടിട്ട് ഓടാതെ, ദൂത് കേട്ടിട്ട് ഓടാതെ, സ്തോത്രം, ഈ ലാസ്റ്റ് മൂമെന്റ് വരെ ഇവൾ പിടിച്ചു നിന്നത് എന്താണെന്നറിയാമോ? ഈ ശരീരം എടുത്തോണ്ട് പോണമെന്ന്, അകമെന്ന് ഈ ഒരു വാക്ക് വരാൻ കാരണം എന്താണെന്നറിയാമോ? ഹല്ലേലൂയ. കർത്താവിനോടുള്ള ആഴമേറിയ സ്നേഹമാണ്. കർത്താവിനോടുള്ള അടങ്ങാത്ത സ്നേഹമാണ്, നിഷ്കളങ്കമായ സ്നേഹമാണ്, പരമാർത്ഥമായ സ്നേഹമാണ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുവിനോട് നമുക്ക് ആഴമേറിയ അടങ്ങാത്ത നിഷ്കളങ്കമായ സ്നേഹമുണ്ടെങ്കിൽ, സ്തോത്രം, നിർവ്യാജമായ സ്നേഹമുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിർവ്യാജമായ സ്നേഹമുണ്ടെങ്കിൽ, പരമാർത്ഥമായിട്ട് ഞാൻ പറയാം, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കും. സകലവിധമായ ഭയങ്ങളെയും
ആ സ്നേഹം നമ്മിൽ നിന്ന് നീക്കിയിട്ട് കർത്താവിങ്കിലേക്ക് നമ്മെ തീർച്ചയായിട്ടും അടുപ്പിക്കും, കർത്താവിങ്കിലേക്ക് നമ്മെ എത്തിക്കും. ഈ പ്രഭാതത്തിൽ സാഹചര്യങ്ങളുടെ, പ്രതിസന്ധികളുടെ നടുവില് നാം ഭാരപ്പെട്ടു പോകരുത്. കർത്താവിങ്കിലേക്ക് എത്തുവാൻ, ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തുവാൻ, ഇന്നിന്ന പ്രതിസന്ധികൾ എനിക്ക് എപ്പോഴും വലിയ ഒരു ബാലികേറ മലയാണ് എന്ന് നാം ചിന്തിച്ച് പിന്തിരിയരുത്. ഹല്ലേലൂയ. മറിയയെ പോലെ ക്ഷമയോടെ കാത്തിരിക്കാൻ ഏതെല്ലാം മേഖലകളിൽ എത്തിച്ചേർന്നാലും, സുരക്ഷിതരായി തീർന്നാലും, പ്രൈസ് ദി ലോർഡ്, നീ ഇനിയും സുരക്ഷിതമല്ല എന്ന്, നീ ഇപ്പോഴും പുറത്താണെന്ന്, നീ ഇപ്പോഴും ഏകാന്തതയിലാണെന്ന്, നീ ഇപ്പോഴും ആമേൻ കാവൽക്കാരുടെ മുൻപിൽ അകപ്പെട്ട് നിൽക്കുകയാണെന്ന്, ഇപ്പോഴും നീ വിജന സ്ഥലത്താണെന്ന് നിന്നോട് മന്ത്രിക്കുന്ന ശബ്ദങ്ങളെയും അതിജീവിച്ച് നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം, ഒറ്റയ്ക്ക് നിൽക്കുന്നവനെ കൈവിടാത്തൊരു ദൈവമുണ്ട്. ഒറ്റയ്ക്ക് നിൽക്കുന്നവന്റെ അരികിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹാലേലൂയ. ഇതാ കർത്താവ് വന്നിട്ട് അവളെ വിളിക്കുന്ന ഒരു വിളിയുണ്ട്, മറിയയെ. പ്രൈസ് ദി ലോർഡ്. ദൂതൻ ഇതുവരെയും വിളിച്ചില്ല മറിയയെ എന്ന്. വിളിച്ചോ? വിളിച്ചില്ല. സ്തോത്രം. ഇതുവരെ ദൂതന് വിളിക്കാൻ പറ്റാത്തത്, പടയാളിക്ക് വിളിക്കാൻ പറ്റാത്തത്, ഇവർക്കാർക്കും വിളിക്കാൻ പറ്റാത്തത്, അതെ, മറിയ ഇതിനു വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. ഈ ഒരു ശബ്ദത്തിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. സ്തോത്രം. ചില മണിക്കൂറുകൾക്ക് മുൻപ്, ചില ദിവസങ്ങൾക്ക് മുൻപ് അവൻ തന്റെ ചെവികളിൽ മുഴങ്ങിയ അതേ ശബ്ദത്തിന് വേണ്ടി, തന്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന അതേ രൂപത്തിന് വേണ്ടി, അവൻ കണ്ടത്, അവളുടെ കൈ കൊണ്ട് തൊട്ടത്, അവളുടെ ചെവി കേട്ടത്, അവൾ അടുത്തറിഞ്ഞത്, അവൾ ശ്വസിച്ചത്, അതെ, അതിനുവേണ്ടി തന്നെ കാത്തു നിന്നു. അത് തന്നെ ഇതാ വെളിപ്പെട്ടു. മരിച്ച നിർജീവമായ ഒരു ബോഡി എടുത്തോണ്ട് പോകാമെന്ന് കരുതി വന്ന, അതിനെ പൂശി കടന്നു പോകാമെന്ന് കരുതി വന്ന, അതിന്റെ മേൽ 2 തുള്ളി കണ്ണുനീരൊഴിക്കാമെന്ന് കരുതി വന്ന മറിയ ഇപ്പോൾ കാണുന്നത് ജീവന്റെ രൂപമാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. തേജസ്സിന്റെ വെളിപ്പെട്ട് നിൽക്കുന്നത് മൺമയമായതല്ല, വിൺമയമായതാണ് വെളിപ്പെട്ട് നിൽക്കുന്നത്. ഹല്ലേ. കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവിന് വേണ്ടി കാത്തു നിൽക്കാൻ തയ്യാറാണെങ്കിൽ, സകലരും താൽക്കാലികമായത് കണ്ട് കേട്ട് സംതൃപ്തി അടഞ്ഞ് മടങ്ങുമ്പോൾ, നിത്യമായത് നമ്മെ കാണിച്ച്, നിത്യമായത് നമ്മെ കേൾപ്പിച്ച്, നിത്യതയുടെ അനുഗ്രഹിക്കപ്പെട്ട ആമേൻ ചാലിലേക്ക് നമ്മെ നടത്തുന്ന ജീവന്റെ ദായകൻ നമ്മിലേക്ക് വെളിപ്പെട്ടു വരും. അതിന് യാതൊരു സംശയവും വേണ്ട. ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ പെട്ടെന്നൊരു ട്രാൻസ്ഫർ, വളരെ പെട്ടെന്ന്. അവിടെ താമസിക്കാനായിട്ട് സൗകര്യം തന്നു. വൈറ്റിലയില് ഞാൻ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് 8 വർഷമായിട്ട് താമസിക്കാതെ കിടന്ന വീട് താമസയോഗ്യമാക്കി എടുക്കണമെങ്കിൽ എന്ത് കഷ്ടപ്പാടുണ്ട്. സ്തോത്രം. അങ്ങനെ താമസിച്ചു തുടങ്ങി. 3 മാസം പോലും താമസിച്ചില്ല. അതിനു മുമ്പ് എന്നോട് പറഞ്ഞു, ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. ഞാൻ മുടക്കിയ പൈസ എന്തുന്നില്ല, ഒന്നും തന്നില്ല, ഇറങ്ങിപ്പൊക്കോളാൻ പറഞ്ഞു. സ്തോത്രം. അവിടെ നിന്ന് ഇറങ്ങി, സന്തോഷത്തോടെ ഇറങ്ങി. ഞാൻ ആത്മാർത്ഥമായിട്ട് പറയട്ടെ, സംഘടന കൈവിടും, ലോകം കൈവിടും, സകലവും കൈവിടും, പക്ഷേ ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ തന്നെ. ഹല്ലേലൂയ. മരണത്തിനോ നരകത്തിനോ പാതാളത്തിനോ ഒന്നിനും ഒതുക്കാൻ കഴിയും ഒരു ജീവന്റെ ദായകൻ നാം ഉറച്ചു വിശ്വസിക്കണം. ഒരിക്കൽ ഈ സാഹചര്യങ്ങളൊക്കെ ഉരുണ്ടുകൂടി വന്നപ്പോൾ എന്നോട് നേതൃത്വത്തിലുള്ള ഒരാൾ എന്നോട് ചോദിച്ചു, ഒരു വിദേശിയെ എന്നോട് ചോദിച്ചത്, ഈ കൂട്ടായ്മ അടച്ചുപോയാൽ താങ്കൾ എന്തോ ചെയ്യും? താങ്കളെ ഇറക്കി വിട്ടാൽ എന്തോ ചെയ്യും? ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി തെല്ലും ജാള്യതയില്ലാതെ പറഞ്ഞു, ഞാൻ കർത്താവിന്റെ വേല ചെയ്യും. സ്തോത്രം. ഞാൻ സുവിശേഷ വേല ചെയ്യും. സ്തോത്രം. ഒരു ബിൽഡിംഗ് അടച്ചാൽ, ഒരു കൂട്ടായ്മയിൽ ഇറക്കി വിട്ടാൽ തീരുന്നതല്ല നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മുടെ വിളി അവിടെ കൊണ്ട് തീരുന്നതല്ല. നമ്മുടെ അഭിഷേകം അവിടെ കൊണ്ട് തീരുന്നതല്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയട്ടെ. ഈ രാജപേട്ടയിൽ എനിക്ക് വരണം, ഇവിടെ വീടെടുക്കണം, ഇവിടെ സ്വന്തമായ ബിൽഡിംഗ് ഇല്ല, ആരാധന നടക്കുന്നത് ഒരു 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 എന്താ പറയാ, പ്രൈവറ്റ് സെറ്റപ്പിലാണ്, വാടകയിലാണ്, എനിക്ക് താമസിക്കാൻ ഒരു വാടക കണ്ടെത്തണം, മറ്റു പല പല കാര്യങ്ങൾ. നിങ്ങൾക്കറിയാം, എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട്ടിലെ സഹോദരങ്ങൾ എന്നെ വിളിച്ച് ചോദിച്ചു, വീടെടുക്കണ്ടേ, എങ്ങനാണ്? ഒരു മറുപടി പറയാനില്ല.
ഇല്ലാത്ത, ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ഞാൻ സംസാരിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ ഞാനോ അദ്ദേഹമോ യാതൊരു കാര്യങ്ങളിലും ഇന്ന് വരെ പരസ്പരം അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി ദൈവം എനിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ദൈവത്തിന്റെ വാതിലുകൾ അടഞ്ഞിട്ടില്ല, ദൈവത്തിന്റെ വഴികൾ അടഞ്ഞിട്ടില്ല. ഇതുപോലെ പ്രസംഗിച്ചിട്ടുള്ള ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട്. എന്നെ അറിയാവുന്ന ഒത്തിരി ദൈവദാസന്മാരുണ്ട്. അവർക്കാർക്കും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതാരുടെയും തെറ്റായിട്ട് ഞാൻ പറയുന്നതല്ല കേട്ടോ. പ്രസംഗിച്ചിട്ട് പോയ ഉടനെ എന്നെ പൈസ കൊടുക്കണമെന്നുള്ള സമ്പ്രദായമൊന്നും ദൈവിക ശുശ്രൂഷയ്ക്കകത്തൊന്നുമില്ല. ഞാൻ അതിനെ ഒന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ ഇഴ്ത്തിക്കൊണ്ടോ അതിനെ പുകഴ്ത്തിക്കൊണ്ടോ ഒന്നും പറയുന്നതല്ല. അതല്ല, അങ്ങനെ ചിന്തിക്കരുത്. അതിനപ്പുറമായിട്ട് നമ്മെ സഹായിപ്പാൻ, നമ്മെ ആരിലൂടെ സഹായിക്കണമെന്ന് സർവശക്തനായ ദൈവത്തിനറിയാം. ഒരിക്കൽ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് എനിക്ക് ആരുമില്ലല്ലോ, എന്നെ അറിയുന്നവരാരുമില്ലല്ലോ, എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, എന്റെ അപ്പനും മരിച്ചു, അമ്മയും മരിച്ചു, സകലരും പോയി, ആരുമില്ലല്ലോ കർത്താവേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ തിരുവെഴുത്ത് ഇങ്ങനെയാണ് പറയുന്നത്, എന്നെ സഹായിക്കുക കർത്താവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. കർത്താവിനെ കാത്തിരിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. യഹോവയെ കാത്തിരിക്കുന്ന ഒരുത്തരും ലജ്ജിച്ചു പോകത്തില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. കർത്താവിനായി കാത്തിരിക്കാം. കർത്താവിന്റെ വരവടുത്തു. ആമേൻ, സ്തോത്രം. അതിനായി നമുക്ക് ഒരുങ്ങാം. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അനുവദിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. കർത്താവ് നമ്മെ മാനിക്കുമാറാകട്ടെ.